നമസ്കാരം. അമ്പൂച്ചിയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുറ്റിച്ചൂർ പാലം ഗതാഗത കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. പെരിങ്ങോട്ടുകര ജുമാ മസ്ജിദിന് സമീപം പാടത്ത് പുല്ലിന് തീപിടിച്ചു. ബ്ലാക്ക്മാന്റെ മറവിൽ ഒളിഞ്ഞുനോട്ടക്കാരും മോഷ്ടാക്കളും വിലസും. വാർത്തകൾ വിശദമായി. അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അന്തിക്കാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ആരംഭിക്കുന്ന പാലിയേറ്റീവ് പരിചരണ യൂണിറ്റിന്റെ മുന്നോടിയായി പാലിയേറ്റീവ് കെയർ പദ്ധതി ഉദ്ഘാടനവും ബോധവൽക്കരണ ക്ലാസും നടത്തി. ബുധനാഴ്ച അന്തിക്കാട് ശ്രീ കാർത്തികായ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് മണി ശശി ഉദ്ഘാടനം ചെയ്തു. ടി കെ മാധവൻ അധ്യക്ഷത വഹിച്ചു. വി ബലരാമൻ ക്ലാസ് നയിച്ചു. സാമൂഹിക ആരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ടി സെബാസ്റ്റ്യൻ സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീകുമാർ നന്ദിയും പറഞ്ഞു. ബ്ലോക്ക് മെമ്പർ എ ജെയ്മോൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു. അന്തിക്കാട് 4 എന്ന് പറഞ്ഞാൽ സൈലൻസ് ഉണ്ടായിരിക്കും, കൈ വയ്ക്കാതെ. 5 എന്ന് പറഞ്ഞാൽ 2 കൈ തോന്നിക്കുക. 5 വിളിക്കുള്ളൂ. അഭിവാദ്യങ്ങൾ 1, 2 വാർഡ് മെമ്പറുടെ അഭിവാദ്യങ്ങൾ. 6 എന്ന് പറഞ്ഞാൽ എത്തുക, എന്നിട്ട് 2 കൈ തോന്നിക്കുക. 6 ഏറ്റവും പിന്നീട് പറയും. രണ്ടാമത്തെ ട്രെയിനിങ് പറയും. 1, 2, 4. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 100 ദിന കർമ്മ പരിപാടി 37ാം ദിനത്തിലേക്ക്. 36ാം ദിവസമായ ഫെബ്രുവരി 13 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് മട്ടുപ്പാവ് കൃഷിക്കുള്ള ആഗ്രോടാക് വിതരണോദ്ഘാടനം നടന്നു. KKCGയുടെ വസതിയിൽ വെച്ച് നടന്ന പരിപാടി ശ്രീദേവി ഷൺമുഖൻ ഉദ്ഘാടനം ചെയ്തു. 300 രൂപ ഒരാൾ നിന്നെടുത്തുകൊണ്ട് സബ്സിഡി 200 രൂപ ലെവലിലും ഞങ്ങൾ 200 ബാഗിന്റെ സബ്സിഡി നിരക്കിൽ 40,000 രൂപ കൃഷിഭവൻ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടുകാർ വിചാരിച്ചാൽ തന്നെ ഇന്ന് കൃഷി ആരംഭിച്ചതിനെ തുടങ്ങി നമ്മൾക്കിന്ന് തമിഴ്നാട്ടിൽ നിന്നും ആശ്രയിച്ചാണ് നമ്മൾ പച്ചക്കറിക്കുള്ള സാധനങ്ങൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ സ്ത്രീകൾ ഒന്ന് പരിശ്രമിച്ചാൽ ഒരുവിധം പച്ചക്കറികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നമുക്കിന്ന് ശീതകാലങ്ങളിൽ ഉയർത്തിയെടുത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാബേജ്, അതുപോലെ തന്നെ കോളിഫ്ലവർ ഇന്ന് നമ്മുടെ നാട്ടിക പഞ്ചായത്തിൽ തന്നെ ഒട്ടേറെ വീടുകളിൽ ഇന്ന് ഉയർന്നു പൊങ്ങി അത് കോളിഫ്ലവറായിട്ടും കാബേജായിട്ടും ഉയർന്നു നിൽക്കുന്ന ഒരു രംഗമാണ് വീടുകളിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. നമ്മുടെ സഹോദരിമാർ പ്രയത്നിച്ചാൽ നാട്ടിക പഞ്ചായത്ത് ഒരു പച്ചക്കറി കൃഷി പഞ്ചായത്താക്കി ഉൽപ്പാദിപ്പിച്ചെടുക്കാനും അത് നമുക്ക് കഴിയാൻ സന്നദ്ധരാകേണ്ടതാണ്. ഈ 100 ദിന കർമ്മ പരിപാടി ഇന്ന് 37ാം ദിവസമാണ്. ഒട്ടേറെ നാട്ടിൽ ഒരു ഭയങ്കരമായ ഒരു സംഭവം തന്നെ എന്നാണ് നമുക്കൊക്കെ അറിയാനും നാട്ടുകാർ എല്ലാവരും പേപ്പർ എടുത്ത് നോക്കിയാൽ നാട്ടിക ഗ്രാമപഞ്ചായത്ത് 100 ദിന കർമ്മ പരിപാടി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VR വിജയൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് അംഗങ്ങളും ഉപദേശക സമിതി അംഗങ്ങളും പങ്കെടുത്തു. മതിലകം BRCയുടെ പരിധിയിൽ വരുന്ന സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കായി പെരിഞ്ഞനം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ഏകദിന പരിശീലന ക്ലാസ് നടത്തി. കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടത്തിൽ രക്ഷിതാവിന്റെ ശ്രദ്ധാപൂർണമായ പരിചരണത്തിന്റെ ബോധ്യപ്പെടുത്തൽ നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലാസ് നടത്തിയത്. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. BPO സജീവൻ മാസ്റ്റർ ക്യാമ്പിൽ ക്ലാസ് നടത്തി. ജിനി ജോസ്, നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലയിൽ വ്യാഴാഴ്ച ടോൾ വിരുദ്ധ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഹർത്താൽ ആചരിക്കും. പാലിയേക്കര ടോൾ പിരിവിനു മുന്നിൽ സമരം ചെയ്ത ടോൾ വിരുദ്ധ സമിതിയുടെ പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതിനെ തുടർന്നാണ് ഹർത്താൽ.
അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെയും സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ ത്വക്ക് രോഗ പരിശോധന ക്യാമ്പും മരുന്ന് വിതരണവും നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. ഫെബ്രുവരി 15 വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ അന്തിക്കാട് ഗവൺമെന്റ് ആശുപത്രിയിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുന്നത്. ഫെബ്രുവരി 15, 16, 17 തീയതികളിൽ നടക്കുന്ന പെരിഞ്ഞനം ജാമിയ മെഹമൂദിയ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെയും 2ാം തനത് ദാന സമ്മേളനത്തിന്റെയും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 15-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിയോടെ പൊന്മാണിക്കുടം മഖാമിൽ വെച്ച് ആഘോഷങ്ങൾക്ക് തുടക്കമാകും. 3 മണിക്ക് SK ആറ്റക്കോയ തങ്ങൾ പതാക ഉയർത്തും. SYS ജില്ലാ പ്രസിഡന്റ് PK ഭാവധാരണി ഉദ്ഘാടനം ചെയ്യും. PMS സയ്യിദ് തങ്ങൾ മുഖ്യ പ്രഭാഷണം നടത്തും. 16-ാം തീയതി 10 മണിക്ക് നടത്തുന്ന രക്ഷാകർതൃ സംഗമം TN പ്രതാപൻ MLA ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 2 മണിക്ക് സാംസ്കാരിക സമ്മേളനം സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സമാപന ദിവസം പൊതുസമ്മേളനം കേന്ദ്ര പ്രവാസകാര്യ സഹമന്ത്രി വയലാർ രവി ഉദ്ഘാടനം ചെയ്യും. വ്യവസായ പ്രമുഖൻ പത്മശ്രീ MA യൂസഫ് അലി മുഖ്യാതിഥിയാകും. പൊതുമരാമത്ത് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് സമ്മാനദാനം നിർവഹിക്കും. KR നസറുദ്ദീൻ ദാരിമി, SK ആറ്റക്കോയ തങ്ങൾ, അബ്ദുൾ റഷീദ്, ഇബ്രാഹിംകുട്ടി ഹാജി, KS നൌഷാദ്, DA മിഥിലാജ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. അംബൂച്ചിയ ചാനൽ മാന്യ പ്രേക്ഷകർക്കായി ഒരുക്കുന്ന വ്യത്യസ്തമായ ഒരു ഫോണിംഗ് പ്രോഗ്രാം ഹൃദയവീണ. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ വിശേഷ ദിവസങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഉറ്റവരുടെ വിശേഷ ദിവസങ്ങളിൽ അവർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് നാം ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ആസ്വദിക്കാവുന്ന വ്യത്യസ്തമായ പ്രോഗ്രാം ഹൃദയവീണ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മുതൽ 11 വരെ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 04872392468. നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 04872392468. തിരക്കുകൾ നിറഞ്ഞ ജീവിതത്തിൽ, മാനസിക പിരിമുറുക്കങ്ങൾ നിറഞ്ഞ ദിവസങ്ങളിൽ നാം ഇഷ്ടപ്പെട്ട ഒരു ഗാനം ആസ്വദിക്കാനാകുമെങ്കിൽ, ആ ഗാനം മനസ്സിന് കുളിർമയേകുമെങ്കിൽ ഈ പ്രോഗ്രാമിന് പൂർണ്ണത കൈവരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്നേഹശൂന്യതയുടെ നാളുകളെ, സുഹൃത്തുക്കളെ അല്ലെങ്കിൽ ബന്ധുക്കളെ അവരുടെ വിശേഷ ദിവസങ്ങൾ ഓർക്കാൻ സാധിക്കുമെങ്കിൽ, ഒപ്പം മധുരഗാനങ്ങൾ അവർക്ക് സമ്മാനിക്കാൻ സാധിക്കുമെങ്കിൽ വിളിക്കുക. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മുതൽ 11 വരെ ഹൃദയ വീണയിലേക്ക്. വിളിക്കേണ്ട നമ്പർ 04872392468. നമ്പർ ഒരിക്കൽ കൂടി 04872392468. ഹൃദയ വീണ.